എല്ലാവർക്കും നമസ്കാരം. ടോപ്പ് ട്യൂഷന്റെ SSLC ബയോളജി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സയൻസിലെ ഏറ്റവും ആവേശകരമായൊരു വിഷയത്തെക്കുറിച്ചാണ്: ബയോളജിയും ടെക്നോളജിയും. ഇവ രണ്ടും ചേരുമ്പോൾ എന്തൊക്കെ അത്ഭുതങ്ങളാണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം, അല്ലേ? ജനറ്റിക് ടെക്നോളജി അഥവാ ജനിതക സാങ്കേതികവിദ്യ ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി കഴിഞ്ഞു. അതിന്റെ ചില ഉദാഹരണങ്ങൾ കേട്ടാൽ നിങ്ങൾ അതിശയിച്ചു പോകും. ഇനി നമുക്ക് മാംസത്തിനു വേണ്ടി മൃഗങ്ങളെ കൊല്ലേണ്ട ആവശ്യമില്ല. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. ലാബിൽ വെച്ച് തന്നെ രുചികരമായ മാംസമുണ്ടാക്കാം. ചിരി. ഇതിനെയാണ് ആർട്ടിഫിഷ്യൽ മീറ്റ് എന്ന് പറയുന്നത്. മൃഗങ്ങളിൽ നിന്നുള്ള സ്റ്റെം സെല്ലുകൾ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിക്കുന്നത്. അമേരിക്കയിലും സിംഗപ്പൂരിലുമൊക്കെ ഇത് വിപണിയിൽ ലഭ്യമാണ്. അതുപോലെ ചെടികളെ രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ കീടനാശിനികളില്ലാതെ തന്നെ സാധിക്കുമോ? ജീൻ എഡിറ്റിംഗ് എന്ന സാങ്കേതികവിദ്യയിലൂടെ അത് സാധ്യമാണ്. ഫംഗസ് രോഗത്തെ സ്വാഭാവികമായി പ്രതിരോധിക്കുന്ന തക്കാളിച്ചെടികൾ ഇതിനൊരു ഉദാഹരണമാണ്. ഇനി കുറ്റാന്വേഷണത്തിലേക്ക് വന്നാലോ? കേരളത്തിൽ നടന്നൊരു കൊലപാതക കേസിൽ കുറ്റവാളിയുടെ കാറിൽ നിന്ന് കിട്ടിയ ഒരു മുടിയിഴ ഉപയോഗിച്ച് DNA പരിശോധന നടത്തിയാണ് അയാളെ പിടികൂടിയത്. അപ്പോൾ ഒരു മുടിയിഴ പോലും ഇപ്പോൾ വലിയൊരു തെളിവാണ്. മനുഷ്യന്റെ വളർച്ചയോടൊപ്പം ശാസ്ത്രസാങ്കേതിക വിദ്യകളും ഒരുപാട് വളർന്നു. ബയോടെക്നോളജി, ജെനറ്റിക് എഞ്ചിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുടങ്ങിയവയെല്ലാം അതിന്റെ ഭാഗമാണ്. എന്താണ് ഈ ബയോടെക്നോളജി? മനുഷ്യന് ഉപകാരപ്രദമായ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും നൽകുന്നതിനായി ജീവികളെയോ അവയുടെ ഭാഗങ്ങളെയോ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണിത്. DNA ഘടന കണ്ടുപിടിച്ചതോടെയാണ് ബയോടെക്നോളജി ഇത്രയധികം വളർന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ജെനറ്റിക് എഞ്ചിനീയറിംഗ്. ജീനുകളെ കൂട്ടിച്ചേർത്തോ ഒഴിവാക്കിയോ ജീവികളിൽ അഭികാമ്യമായ മാറ്റങ്ങൾ വരുത്തുന്ന സാങ്കേതികവിദ്യയാണിത്. ഇതെങ്ങനെയാണ് സാധ്യമാകുന്നതെന്ന് നോക്കാം. അതിനായി ഉപയോഗിക്കുന്ന ഒരു പ്രധാന ടെക്നിക്കാണ് റീകോമ്പിനന്റ് DNA ടെക്നോളജി. പേരുചെട്ട് പേടിക്കണ്ട, വളരെ ലളിതമാണ്. രണ്ടോ അതിലധികമോ ജീവികളുടെ DNA ഭാഗങ്ങളെ കൂട്ടിച്ചേർത്ത് പുതിയൊരു DNA ഉണ്ടാക്കുന്ന പ്രക്രിയയാണിത്. ഇതിന് ചില ഉപകരണങ്ങൾ വേണം. 1. ജെനറ്റിക് കത്രിക, അതായത് റെസ്ട്രിക്ഷൻ എൻസൈം. ഇതാണ് DNAയിലെ നിശ്ചിത ജീനിനെ മുറിക്കാൻ ഉപയോഗിക്കുന്നത്. 2. ജെനറ്റിക് ഗ്ലൂ, അതായത് ലിഗേസ് എൻസൈം. ഇതാണ് മുറിച്ചെടുത്ത് DNA ഭാഗങ്ങളെ ഒട്ടിക്കാൻ ഉപയോഗിക്കുന്നത്. 3. ഒരു വാഹകൻ, അതായത് വെക്ടർ. മുറിച്ചെടുത്ത് ജീനിനെ മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകാനാണിത്. ബാക്ടീരിയയിലെ പ്ലാസ്മിഡുകളും ചില വൈറസുകളും ഇതിനായി ഉപയോഗിക്കുന്നു. 4. ഒരാതിഥേയ കോശം, അതായത് ഹോസ്റ്റ് സെൽ. പുതുതായി ഉണ്ടാക്കിയ DNAയെ ഇതിലേക്കാണ് പ്രവേശിപ്പിക്കുന്നത്. ഇനി ഇതിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം മനുഷ്യന്റെ DNAയിൽ നിന്ന് നമുക്കാവശ്യമുള്ള ജീൻ റെസ്ട്രിക്ഷൻ എൻസൈം ഉപയോഗിച്ച് മുറിച്ചെടുക്കുന്നു. അതേ എൻസൈം ഉപയോഗിച്ച് ബാക്ടീരിയയുടെ പ്ലാസ്മിഡും മുറിക്കുന്നു. എന്നിട്ട് ലിഗേസ് എൻസൈം ഉപയോഗിച്ച് മനുഷ്യജീനിനെ പ്ലാസ്മിഡുമായി ഒട്ടിക്കുന്നു. ഇപ്പോൾ നമുക്കൊരു റീകോമ്പിനന്റ് DNA കിട്ടി. ഈ പ്ലാസ്മിഡിനെ ഒരു ഹോസ്റ്റ് സെല്ലിലേക്ക് പ്രവേശിപ്പിക്കുന്നു. ഈ ബാക്ടീരിയ വിഭജിക്കുമ്പോൾ അതിലെ റീകോമ്പിനന്റ് DNAയും വിഭജിക്കുന്നു. അങ്ങനെ നമുക്കാവശ്യമുള്ള ഉൽപ്പന്നം, അതായത് ഇൻസുലിൻ, ആ ബാക്ടീരിയ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങുന്നു. ഇങ്ങനെയാണ് ഇന്ന് പ്രമേഹ രോഗികൾക്കുള്ള ഇൻസുലിൻ വ്യാവസായികമായി നിർമ്മിക്കുന്നത്. അടിപൊളിയല്ലേ? വീഡിയോ എഡിറ്റ് ചെയ്യുന്നതുപോലെ ജീനുകളെ എഡിറ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റും. അതിനാണ് ക്രിസ്പർ ടെക്നോളജി ഉപയോഗിക്കുന്നത്. ഇത് DNA വളരെ കൃത്യതയോടെ എഡിറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ആധുനിക സാങ്കേതികവിദ്യയാണ്. ബാക്ടീരിയകൾ വൈറസുകളെ പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സ്വാഭാവിക സംവിധാനത്തിൽ നിന്നാണ് ഇത് വികസിപ്പിച്ചെടുത്തത്. ഇതിലും ഒരു കത്രികയുണ്ട്. അതാണ് Cas9 എൻസൈം. മുറിക്കേണ്ട DNA ഭാഗം ഏതാണെന്ന് കൃത്യമായി കാണിച്ചു കൊടുക്കാൻ ഒരു ഗൈഡുമുണ്ട്. അതാണ് ഗൈഡ് RNA. അപ്പോൾ ഗൈഡ് RNA കൃത്യമായ സ്ഥലം കാണിച്ചു കൊടുക്കുന്നു. Cas9 എൻസൈം അവിടെ മുറിക്കുന്നു. ശേഷം നമുക്ക് ആവശ്യമുള്ള പുതിയ ജീൻ അവിടെ കൂട്ടിച്ചേർക്കാം. ഇങ്ങനെ ജനിതക ഘടനയിൽ മാറ്റം വരുത്തിയ ജീവികളെയാണ് ജെനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ് എന്ന് പറയുന്നത്. ഇവ സസ്യങ്ങളാകാം, മൃഗങ്ങളാകാം, സൂക്ഷ്മാണുക്കളാവാം. കീടങ്ങളെ പ്രതിരോധിക്കുന്ന BT പരുത്തി, പോഷകങ്ങൾ വർദ്ധിച്ച ഗോൾഡൻ റൈസ് എന്നിവയൊക്കെ GMO സസ്യങ്ങൾ ഉദാഹരണങ്ങളാണ്. വേഗത്തിൽ വളരുന്ന സാൽമൺ മത്സ്യം, ഇരുട്ടിൽ തിളങ്ങുന്ന ഗ്ലോ ഫിഷ് എന്നിവ GMO മൃഗങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. മാലിന്യം വിഘടിപ്പിക്കുന്ന സ്യൂഡോമോണസ് ബാക്ടീരിയ, ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഈക്കോളൈ ബാക്ടീരിയ എന്നിവ GMO സൂക്ഷ്മാണുക്കളാണ്. ഇനി ഇത്രയധികം ജീനുകളെക്കുറിച്ചൊക്കെ എങ്ങനെയാണ് ശാസ്ത്രജ്ഞർക്ക് മനസ്സിലായത്? അതിനാണ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ്. ഒരു ജീവിയിലെ മുഴുവൻ ജനിതക വിവരങ്ങളെയും ചേർത്താണ് ജീനോം എന്ന് പറയുന്നത്. മനുഷ്യ ജീനോമിൽ ഏകദേശം 300 കോടി ബേസ് പെയറുകളുണ്ട്. ഒന്നോർത്തു നോക്കൂ. ഈ പ്രോജക്റ്റ് 1990-ൽ തുടങ്ങി 2003-ലാണ് പൂർത്തിയായത്. ഇതിലൂടെ മനുഷ്യനിൽ ഏത് ജീനിന്റെ സ്ഥാനം എവിടെയെന്ന് കൃത്യമായി രേഖപ്പെടുത്താൻ കഴിഞ്ഞു. ഇതിനെ ജീൻ മാപ്പിംഗ് എന്ന് പറയുന്നു.
ഈ പ്രോജക്റ്റിലൂടെ മനുഷ്യനിൽ ഏകദേശം 20,000 മുതൽ 25,000 വരെ ജീനുകൾ ഉണ്ടെന്ന് കണ്ടെത്തി. ഇതിൽ 1-2% ജീനുകൾ മാത്രമാണ് കൃത്യമായ ധർമ്മങ്ങൾ നിർവഹിക്കുന്നത്. ബാക്കിയുള്ള ഭാഗത്തെ ജങ്ക് DNA എന്നാണ് പറയുന്നത്. അവയുടെ ഉപയോഗത്തെക്കുറിച്ച് ഇപ്പോഴും പഠനങ്ങൾ നടക്കുന്നു. ജനിതക രോഗങ്ങളെക്കുറിച്ച് പഠിക്കാനും പുതിയ ചികിത്സകൾ കണ്ടെത്താനും HGP വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ഇനി ജീനുകൾക്ക് തകരാറ് സംഭവിച്ചാലുണ്ടാകുന്ന രോഗങ്ങളെ എങ്ങനെ ചികിത്സിക്കാം? അതിനാണ് ജീൻ തെറാപ്പി. തകരാറിലായ ജീനുകളെ മാറ്റി പകരം പ്രവർത്തനക്ഷമമായ ജീനുകളെ സ്ഥാപിക്കുന്ന ചികിത്സാരീതിയാണിത്. ഇതിന് സ്റ്റെം സെൽ തെറാപ്പിയും ഉപയോഗിക്കാറുണ്ട്. സിക്കിൾ സെൽ അനീമിയ പോലുള്ള പാരമ്പര്യ രോഗങ്ങൾക്ക് ഇപ്പോൾ ജീൻ തെറാപ്പിയിലൂടെ ചികിത്സ ലഭ്യമാണ്. ഇനി നമ്മൾ ആദ്യം പറഞ്ഞ കൊലപാതക കേസ് ഓർമ്മയില്ലേ? അവിടെ ഉപയോഗിച്ച സാങ്കേതിക വിദ്യയാണ് DNA ഫിംഗർ പ്രിന്റിംഗ്. സർ അലക് ജെഫ്രിയാണ് ഈ സാങ്കേതിക വിദ്യ കണ്ടുപിടിച്ചത്. ഓരോ വ്യക്തിയുടെയും വിരലടപ്പ് വ്യത്യസ്തമായിരിക്കുന്നതുപോലെ അവരുടെ DNAയിലെ ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണവും വ്യത്യസ്തമായിരിക്കും. മനുഷ്യരിൽ 99% DNAയും ഒരുപോലെയാണ്. ബാക്കി 0.1% വ്യത്യാസമാണ് നമ്മളെ ഓരോരുത്തരെയും വ്യത്യസ്തരാക്കുന്നത്. ഈ വ്യത്യാസം വിശകലനം ചെയ്താണ് ആളുകളെ തിരിച്ചറിയുന്നത്. കുറ്റകൃത്യം നടന്ന സ്ഥലത്തുനിന്ന് ലഭിക്കുന്ന മുടി, രക്തം, ഉമിനീർ എന്നിവയിലെ DNAയെ സംശയിക്കുന്നവരുടെ DNAയുമായി താരതമ്യം ചെയ്താണ് കുറ്റവാളിയെ കണ്ടെത്തുന്നത്. അതുപോലെ മാതാപിതാക്കളെയും മക്കളെയും തിരിച്ചറിയാനും ഈ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നു. ഇന്ന് നമുക്ക് മറ്റൊരു അത്ഭുത ലോകത്തേക്ക് പോകാം. ഓർഗനോയിഡുകൾ. ലാബിൽ വളർത്തിയെടുക്കുന്ന ചെറിയ ത്രിമാന കലകളെയാണ് ഓർഗനോയിഡുകൾ എന്ന് പറയുന്നത്. അതായത് ഒരു ചെറിയ അവയവം പോലെ. ഇവ രോഗങ്ങളെക്കുറിച്ച് പഠിക്കാനും പുതിയ മരുന്നുകൾ പരീക്ഷിക്കാനും പുനരുജ്ജീവന ചികിത്സകൾ വികസിപ്പിക്കാനും സഹായിക്കുന്നു. അവയവമാറ്റ ശസ്ത്രക്രിയയിലെ പ്രധാന വെല്ലുവിളിയാണ് ദാതാക്കളുടെ കുറവ്. അതിനൊരു പരിഹാരമാണ് 3D ബയോപ്രിന്റിംഗ്. രോഗിയുടെ കോശങ്ങൾ ഉപയോഗിച്ച് തന്നെ ഒരു പുതിയ അവയവം പ്രിന്റ് ചെയ്തെടുക്കാൻ ഈ സാങ്കേതിക വിദ്യയിലൂടെ സാധിക്കും. അപ്പോൾ ശരീരം ആ അവയവത്തെ പുറന്തള്ളാനുള്ള സാധ്യത കുറയും. അപ്പോൾ ബയോടെക്നോളജിയുടെ സാധ്യതകൾ എത്ര വലുതാണെന്ന് മനസ്സിലായില്ലേ? ഇനി നമ്മുടെ ശരീരത്തിനുള്ളിലെ സഹായികളെക്കുറിച്ച് കേൾക്കണോ? അവരാണ് മൈക്രോബയോം. നമ്മുടെ ശരീരത്തിൽ കോടിക്കണക്കിന് സൂക്ഷ്മാണുക്കൾ ജീവിക്കുന്നുണ്ട്. അവയുടെ കൂട്ടത്തെയാണ് മൈക്രോബയോം എന്ന് പറയുന്നത്. ഇവയിൽ ബാക്ടീരിയ, ഫംഗസ്, വൈറസ് എന്നിവയെല്ലാം ഉൾപ്പെടും. നമ്മുടെ ശരീരത്തിലെ കോശങ്ങളുടെ 10 ഇരട്ടി വരും ഇവയുടെ എണ്ണം. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ഇവ നമുക്ക് പല സഹായങ്ങളും ചെയ്യുന്നുണ്ട്. ദഹനത്തിനും വിറ്റമിനുകളുടെ ഉൽപ്പാദനത്തിനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനും ഇവ സഹായിക്കുന്നു. ഇവയെക്കുറിച്ച് പഠിക്കുന്നതിനായി തുടങ്ങിയ പ്രോജക്റ്റാണ് ഹ്യൂമൻ മൈക്രോബയോം പ്രോജക്റ്റ്. രോഗങ്ങൾക്ക് കാരണം രോഗാണുക്കൾ മാത്രമല്ല, ഈ മൈക്രോബയോമിലെ സന്തുലിതാവസ്ഥ തെറ്റുന്നതുമാണെന്ന് ഈ പ്രോജക്റ്റ് കണ്ടെത്തി. അതായത് ചിലപ്പോൾ നമ്മുടെ മലം പോലും ഒരു മരുന്നായി മാറിയേക്കാം. അത്ഭുതം തന്നെയല്ലേ? ഇനി നമുക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാര്യം നോക്കാം. AI എങ്ങനെയാണ് ബയോളജിയിൽ സഹായിക്കുന്നത്? രോഗനിർണയത്തിനും ചികിത്സയ്ക്കും AI ഇന്ന് വ്യാപകമായി ഉപയോഗിക്കുന്നു. പുതിയ മരുന്നുകൾ കണ്ടെത്താനും ഓരോ വ്യക്തിക്കും അനുയോജ്യമായ ചികിത്സ നിർദ്ദേശിക്കാനും AI സഹായിക്കുന്നു. കൃഷിയിൽ മണ്ണിന്റെ ആരോഗ്യം നിരീക്ഷിക്കാനും രോഗങ്ങൾ പ്രവചിക്കാനും AI ഉപയോഗിക്കുന്നു. അതുപോലെ ജലമലിനീകരണം, വായുമലിനീകരണം എന്നിവ പ്രവചിക്കാനും AIക്ക് കഴിയും. ജനിതക വിവരങ്ങൾ വിശകലനം ചെയ്യുന്ന ബയോ ഇൻഫർമാറ്റിക്സ് എന്ന പുതിയ ശാസ്ത്രശാഖയിലും AIക്ക് വലിയ പങ്കുണ്ട്. ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ പരിസ്ഥിതി സംരക്ഷണത്തിനും ഉപയോഗിക്കാം. വന്യജീവികളുടെ ചലനങ്ങൾ നിരീക്ഷിക്കാൻ സഹായിക്കുന്ന ട്രാക്കിംഗ് സെൻസറുകളുണ്ട്. സാറ്റലൈറ്റ് ഉപയോഗിച്ച് ജൈവ വൈവിധ്യത്തെക്കുറിച്ച് വിവരങ്ങൾ ശേഖരിക്കാം. അതുപോലെ വിത്തുകളും കലകളും വളരെ താഴ്ന്ന താപനിലയിൽ, അതായത് -196°C സൂക്ഷിച്ചുവെക്കുന്ന ക്രയോപ്രിസർവേഷൻ എന്ന രീതിയുണ്ട്. സൂക്ഷ്മാണുക്കളെയും സസ്യങ്ങളെയും ഉപയോഗിച്ച് മണ്ണ്, വെള്ളം, വായു എന്നിവയിലെ മലിനീകരണം നീക്കം ചെയ്യുന്ന രീതിയാണ് ബയോറീമീഡിയേഷൻ. അപ്പോൾ ശാസ്ത്രം മനുഷ്യന് നല്ലതിനു വേണ്ടി ഉപയോഗിക്കുമ്പോൾ ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. പക്ഷെ അതിനൊരു മറുവശവും കൂടിയുണ്ട്. പ്ലാസ്റ്റിക് കണ്ടുപിടിച്ചത് നമ്മുടെ ജീവിതം എളുപ്പമാക്കാനായിരുന്നു. എന്നാൽ ഇന്ന് പ്ലാസ്റ്റിക് ഒരു വലിയ ഭീഷണിയായി മാറിയിരിക്കുന്നു. പസഫിക് സമുദ്രത്തിൽ പ്ലാസ്റ്റിക് അടിഞ്ഞുകൂടി ഫ്രാൻസിനേക്കാൾ 3 ഇരട്ടി വലിപ്പമുള്ള ഒരു ദ്വീപ് പോലെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ആഗോളതാപനം, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ പ്രശ്നങ്ങളും നമ്മൾ നേരിടുന്നു. ഇതിനെല്ലാം കാരണം മനുഷ്യന്റെ സ്വാർത്ഥതയും അത്യാഗ്രഹവുമാണ്. അതുകൊണ്ട് ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുമ്പോൾ അത് പരിസ്ഥിതിക്കും സഹജീവികൾക്കും ദോഷം ചെയ്യാത്ത രീതിയിലായിരിക്കണം. അതിനുവേണ്ടിയാണ് പരിസ്ഥിതി ദിനം, സമുദ്രദിനം പോലെയുള്ള ദിനാചരണങ്ങൾ നടത്തുന്നത്. ഈ അധ്യായം നിങ്ങൾക്ക് ശാസ്ത്രത്തിന്റെ പുതിയ സാധ്യതകളെക്കുറിച്ചും അതിന്റെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും ഒരു പുതിയ കാഴ്ചപ്പാട് നൽകിയെന്ന് വിശ്വസിക്കുന്നു.
പിന്നെ നമ്മുടെ ഈ ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ചെറിയ ബാച്ച് സൈസിലാണ് ഹൈസ്കൂൾ ക്ലാസുകൾ ഉള്ളത്. അപ്പോൾ നല്ല മാർക്ക് വേണമെന്നുണ്ടോ? എങ്കിൽ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഫേസ് ടു ഫേസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ യൂട്യൂബ് ക്ലാസ്സസ് ഉപയോഗിക്കുകയോ ചെയ്യുക. പാലക്കാട് നിവാസികളെ ടോപ്പ് ട്യൂഷന്റെ ഫേസ് ടു ഫേസ് ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ അറിയുവാൻ 8006066363 എന്ന നമ്പറിൽ വിളിക്കുക. എല്ലാവരും നന്നായി പഠിക്കണം. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.